നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് അർജുൻ. ട്രക്ക് ഡ്രൈവറാണ്. കഴിഞ്ഞ ജൂലൈ 8 കോട്ടക്കലിൽ നിന്നും ലോഡുമായി മൈസൂരിലേക്ക് പോയതാണ് അർജുൻ. ഇപ്പോൾ നിങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടാവും, അങ്കോള ഷിറൂർ കർണാടക, ഉത്തര കർണാടകയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സംഭവത്തിൽ മണ്ണിനടിയിൽ ട്രക്കടക്കം കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ അർജുൻ. 16 രാവിലെ 9 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടത്. ഇപ്പോൾ 20 ആയി. ഈ ഇൻസിഡൻറ്റ് നടന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടെ ആകെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടായിരുന്നത് 5-6 ഇത്താച്ചികളും 3-4 മണ്ണ് മാറ്റുന്ന ലോറികളും മാത്രമാണ്. നമ്മളിവിടെ ഈ അടുത്ത് രക്ഷാപ്രവർത്തനം കണ്ടു അല്ലേ, ജോയ്ക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം. സംഗതി രാഷ്ട്രീയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരലും ഒക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഉദ്യോഗസ്ഥരെ എത്ര അടിപൊളിയായിട്ടാണ് അവരുടെ എഫേർട്ട് ഇട്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NH66 എന്ന് പറയുമ്പോൾ നല്ല റഷുള്ളൊരു NH ആണത്. ഓക്കെ, അവിടെ നല്ല തിരക്കാണ്. പൻവേൽ കൊച്ചി NH അത്യാവശ്യം ലോഡ് വണ്ടികളടക്കം ഒരുപാട് പേര് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു NH ആണ്. അവിടെ ഇത്രയും മാസീവായിട്ടുള്ളൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ആ ലാൻഡ് സ്ലൈഡിൽ ടീ ഷോപ്പ്, ധാബ, വീട്, വണ്ടി എല്ലാം മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടും അവിടെ രക്ഷാപ്രവർത്തനം എത്തിച്ചേരാൻ സമയമെടുത്തു. ഇല്ലെങ്കിൽ വന്ന രക്ഷാപ്രവർത്തനം വെറും റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം അവരത് ചെയ്തു എന്നുള്ളത് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ നമ്മളുടെ രക്ഷാപ്രവർത്തനവും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ആ ഒരു എഫേർട്ടിനൊക്കെ നമ്മൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് അർജുന് സംഭവിച്ചതെന്നുള്ളത്. അർജുൻ കഴിഞ്ഞ 8 ലോഡുമായി കോട്ടയ്ക്കൽ നിന്ന് മൈസൂർ പോവാണ്. മൈസൂരിൽ ലോഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് കാറ്റാടിത്തടി എടുത്തിട്ട് കുശാൽ നഗറിൽ പോകുന്നു. കുശാൽ നഗറിൽ നിന്ന് കാറ്റാടിത്തടി ഡ്രോപ്പ് ചെയ്തിട്ട് ബെൽഗാമിൽ പോവാണ്. ബെൽഗാമിൽ നിന്ന് അക്വേഷ്യയുടെ തടി ലോഡ് എടുത്തിട്ട് പെരുമൺ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ തിരിച്ച് വരുന്നത് ജൂലൈ 15 തിരിച്ച് ലോഡുമായിട്ട്. 8 പോയ നാട്ടിൽ നിന്ന് പോയ അർജുൻ 15 ലോഡ് എടുത്ത് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ആ വരുന്ന വഴിക്ക് ബെൽഗാമിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഏകദേശം 250 കിലോമീറ്റർ NH66 പോകുന്നു. ജൂലൈ 16 രാവിലെ 8:45 കൂടിയിട്ട് ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് എത്തുകയാണ്. ഓക്കെ, അത് അവിടെ കുറേ ടീ ഷോപ്പും ധാബകളും ഉള്ളതുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് നോർമലി കുറേ ലോറികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു സ്ട്രീറ്റ് വ്യൂ ഇവിടെ വെക്കുന്നുണ്ട്. 1 കൊല്ലം മുമ്പുള്ള സ്ട്രീറ്റ് വ്യൂ ആണ്. കറക്റ്റ് എക്സാക്ട് ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തെ സ്ട്രീറ്റ് വ്യൂ ആണ്. ഇതിൽ നമുക്ക് വെരി ക്ലിയർ ആണ് അവിടെ ഒരുപാട് ലോറികളും ട്രക്കുകളും നിർത്തുന്ന ഒരു സ്ഥലമാണ്. അന്ന് തന്നെ 1 വർഷം മുമ്പ് തന്നെ ഈ ഹൈവേ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം മണ്ണുകൾ ഇടിഞ്ഞ് താഴ്ന്നു വന്നാൽ എന്നിട്ടും അതിനടിയിലാണ് ലോറികളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഭയങ്കരമായിട്ടുള്ളൊരു അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതിനപ്പുറത്ത് റിവർ ഗംഗാവലി എന്ന് പറഞ്ഞുള്ള റിവറും ഉണ്ട്. സോ മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണോ ആ മണ്ണിൻ്റെ പാത്തിലുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ്ലി ഇടിഞ്ഞിട്ട് ആ ഒരു പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉണ്ടായ ഇൻസിഡൻറ്റ്. ഇനി അർജുൻ എന്ന് പറഞ്ഞ ഈ ട്രക്ക് ഡ്രൈവർ 16 രാവിലെ മണ്ണിനടിയിൽ കുടുങ്ങുന്നു. വീട്ടുകാർ വിളിച്ച സമയത്ത് ഒരു പ്രാവശ്യം ഫോൺ ബെല്ലടിച്ചു എന്ന് പറയുന്നു, വീണ്ടും സ്വിച്ച് ഓഫ് ആയിട്ട് വീണ്ടും ഫോൺ ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ കിട്ടുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ടൈമിൽ തന്നെ ഭാരത് ബെൻസിൻ്റെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ട്രക്ക് കണക്ട് എന്ന് പറഞ്ഞ സിസ്റ്റം ഭാരത് ബെൻസിൻ്റെ വണ്ടിക്കകത്തുണ്ട്. ആ ട്രക്ക് കണക്ട് എന്ന് പറഞ്ഞ GPS സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എക്സാക്ട്ലി ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് അർജുൻ്റെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യണം അവർ. വണ്ടി ലാസ്റ്റ് അവിടെയാണ് GPS ഓഫായത്. സോ അവിടെ വണ്ടി കാണും എന്നാണ് ഭാരത് ബെൻസിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത്. ആൻഡ് ഓഫായ വണ്ടി ഓണായി എന്നും പറയുന്നുണ്ട്. സോ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ബട്ട് 16, 17, 18, 19 ഇന്ന് ശനിയാഴ്ച 20 ഇന്നാണ് റഡാർ സംവിധാനമായിട്ട് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തുന്നത്. അതും മീഡിയയുടെ പ്രഷർ കാരണം. ഇപ്പോഴാണ് പൊളിറ്റിക്കൽ പ്രഷറും വന്നത്. മീഡിയ പ്രഷറും പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുന്നത് ഇപ്പോഴാണ്. ഓക്കെ, സോ ഇവിടെ വലിയ രീതിയിലുള്ള അബദ്ധം ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവിടുത്തെ NH ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ട്. അവർ കാൽക്കുലേറ്റ് ചെയ്ത പോലത്തെ ഒരു ഇൻസിഡൻ്റ് അല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ഇക്വേഷനകത്ത് ആകെ ഉള്ളത് 3 ടാങ്കർ ലോറി മാത്രമായിരുന്നു.
അത് ക്ലിയർ ആയിട്ട് 2 ദിവസം മുമ്പ്, ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് നടന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്ന 2 ദിവസം കഴിഞ്ഞ് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തര കർണാടക, അവരുടെ ഒരു ബൈറ്റ് ഞാനിവിടെ വയ്ക്കാം. അവർ ആകെ 3 ടാങ്കറുകൾ മാത്രമേ അവിടെ ഉള്ളൂ, ലോറികളില്ല എന്നൊക്കെയാണ് അവരുടെ ഒരു സൈഡിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അർജുൻ ഇരിക്കുന്ന ലോറി അടക്കം, ഒരു ബെൻസ് കാറിൽ ഒരു ഫാമിലി അടക്കം, ബൈക്കിലുള്ള അവിടുത്തെ ലോക്കൽസ് അടക്കം ഒരുപാട് പേര് അവിടെ മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. There was a major landslide in Chirur along in Ankola Taluka. There was a tea stall with 5 members, husband, wife, 2 children and 1 elderly person. And the landslide had happened, and opposite side of the river there were 2 houses, of which 1 person is missing. So these 6 people, and there were gas tankers, so of which 1 driver was suspected to be missing. Of these people, of the 7 people, we have recovered 4 bodies. 3 people are still missing. As per NHAI's report, they are trying to clear one side of the road so that they can allow the traffic to pass, which will happen again depending upon the rains. We expect it to be done by in another 24 hours to 48 hours. ഫസ്റ്റ് നമുക്ക് തുടങ്ങേണ്ടത് ഈ അർജുൻ മിസ്സായ ആ ഒരു സമയം മുതൽ, ലാൻഡ് സ്ലൈഡിൽ അർജുൻ്റെ ലോറി പെട്ടു എന്നറിഞ്ഞത് മുതൽ നാട്ടിൽ അർജുൻ്റെ ലോറി ഓണറും ഫാമിലിയും റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കാം. 16 തീയതി രാവിലെ 8:45 ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നത്. നമ്മളെ വണ്ടീൻ്റെ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്തത് നോക്കുമ്പോൾ അതേ സെയിം സ്പോട്ടിൽ നമ്മളെ വണ്ടി ഉണ്ട്. ലൊക്കേഷന് ഭാരത് ബെൻസ് പുതിയ വണ്ടിയാണ്, അക്യുറേറ്റ് ആയിരിക്കും അതിൻ്റെ GPS പ്രകാരം ഉള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഫുൾ കവേർഡ് വണ്ടിയാണ്, AC ഇട്ടിട്ടാണ് ലാസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത്. അപ്പം വണ്ടി ഫുൾ കവർ ആയതുകൊണ്ട് ചെറിയ മണ്ണോ കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ മുകളിലെങ്കിലും ഒന്നും ആവില്ല. ഉള്ളിൽ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊന്ന് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറെ കഴിച്ചിലാക്കി എടുക്കാൻ പറ്റുമെന്ന്. അവസാനം എപ്പോഴായിരുന്നു വിളിച്ചത് ഇദ്ദേഹത്തെ? അവസാനം 15-ാം തീയതി രാത്രിയാണ് വിളിച്ചത്. പിന്നെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഫോണൊന്ന് റിങ് ചെയ്തിരുന്നു. പിന്നെ ഒരു 9 മണിക്ക് ശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത്. പിന്നെ കിട്ടിയിട്ടില്ല. എപ്പോഴെങ്കിലും സ്വിച്ച് ഓൺ ആയിരുന്നു ഫോൺ? 11 മണിയാകുമ്പോൾ ഒന്ന് റിങ് ചെയ്തു, പക്ഷേ പിന്നെ വിളിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വേഗം സ്പീഡ് ചെയ്തിട്ട് ഒന്ന് കാണാൻ. ഓക്കെ, അപ്പോൾ ഫാമിലി അതീവ വിഷമത്തിലാണ്. അവരുടെ റിലേറ്റീവ് ഒക്കെ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് അവർ പറയുന്നുണ്ട് ഒരു രീതിയിലും, ഈ ട്രക്ക് ഓണർ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, റിലേറ്റീവ് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, മീഡിയാസിനെ അടുപ്പിക്കുന്നില്ല, ഒരാളടുപ്പിക്കുന്നില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്നിപ്പോ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വിടുന്നില്ല. ഇവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരെ വിടുന്നത്, 2 ആൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല. ഇതിലിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പഴയ വീഡിയോ ആണ്, കാണാൻ പറ്റുമോന്ന് അറിയില്ല. 2 ട്രാക്ക് ഉണ്ട് വലിയ. ഇതാണ് പഴയ വീഡിയോ. ഇത് മ്യൂസിക് നോക്കണ്ട, ഇതിന് 2 വീഡിയോ ഉള്ളത്, 2 ട്രാക്കാ ഉള്ളത്. ഈ 2 ട്രാക്കിൽ ഒരു ട്രാക്കേ ഇപ്പോ ഓപ്പൺ ആയിട്ടുള്ളൂ. അതായത് നമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിന്റെ ട്രാക്കിന്റെ വീതി നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഒരു 20 ഫൂട്ട് ട്രാക്ക് ഉണ്ടാവും. ഈ 20 ഫൂട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത്. അവിടെ വർക്ക് സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ നിർക്കാൻ പറഞ്ഞു. ഞാൻ SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇൻസിഡന്റ് നടന്ന പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തിയതാണ്. വളരെ മന്ദഗതിയിലായിരുന്നു മണ്ണെടുപ്പും കാര്യങ്ങളും. ഞങ്ങൾ അന്ന് തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, അങ്കോള പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ FIR സ്വീകരിച്ചിട്ടില്ല. അതിനുശേഷം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ സ്ഥിതി ദയനീയമായിരുന്നു. മണ്ണെടുക്കുന്നത് വെച്ചാൽ റോഡ് സൈഡിൽ മാത്രമാണ്, നമ്മുടെ വണ്ടി ഉള്ള പൊസിഷനിൽ അപ്പോഴും മണ്ണെടുക്കുന്നുണ്ടായില്ല. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ച് ഞങ്ങൾ വീണ്ടും അങ്കോള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ അപ്പോഴും FIR സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ രാത്രി മാത്രമാണ് FIR അവർ സ്വീകരിച്ചത്. കേരളത്തിൽ നിന്ന് വന്ന് ഒരാളെ അവിടെ അടുപ്പിക്കാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആകെ 4 ഇത്താച്ചിയും 5 ലോറിയും വെച്ചിട്ടായിരുന്നു അവർ ആദ്യം റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ മെറ്റൽ ഡിറ്റക്ടറാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടറും ഈ പറഞ്ഞ 4 ഇത്താച്ചിയും വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവോ എന്നുള്ള ചോദ്യം വന്നതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ റഡാറുമായിട്ട് വന്നിട്ടുള്ളത്. റഡാറിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ റഡാറിൽ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടോ അവർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു 3 hours കൊണ്ട് ലോറിയുടെ അടുത്ത് എത്താൻ പറ്റും, ഇമേജ് കിട്ടിയെന്നാണ്.
പക്ഷെ ചില ന്യൂസുകളിൽ പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ റഡാർ അവിടെ വെച്ചിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് NIT ടീം. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരെ അറിയിക്കും എന്നാണ്. അതായത് അവർക്ക് പോസിറ്റീവായിട്ട് അവർക്കൊരു GPR ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണെങ്കിലും അറിയിക്കും എന്നുള്ളതും മീഡിയാസിനോട് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഈ ലോറി, നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ലോറി എത്ര കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം മീഡിയാസ് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ വയ്ക്കാം. വലിയ കല്ലുകളോ മറ്റോ വന്ന് വീണ് വല്ല അപകടവും പറ്റുമോ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക. ഏകദേശം 1.7 ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിന്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക. അങ്ങനെ വന്ന് കരുതി ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് അതൊരു 7 ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും, ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല, താണു പോകില്ല, അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. അത്യാവശ്യം 7 ടൺ ഇതാണ് പറയുന്നത്. ഈ സോഫ്റ്റ്നെസ് നോക്കണ്ട, ഇതിന്റെ മുകൾ വശത്താണ് ഇതിന്റെ ഏറ്റവും കട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു 7 ടൺ ഭാരം വന്ന് അടിക്കുകയാണ് എന്ന് കരുതുക, ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ ഈ ടെസ്റ്റുകൾ ഇതുവരെ 12 വർഷമായി, ഭാരത് ബെൻസിന്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ട് 12 വർഷമായി. ഇപ്പൊ ഈ 12 വർഷത്തിനിടയിലുണ്ടായ അപകടങ്ങളിൽ ആകെ 2 പേർ മാത്രമാണ് മരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഭാരത് ബെൻസിൻ്റെ ഈ ഒരു ക്യാബിന് ഇത്രയും ഉരുണ്ടു വന്ന കല്ലും മണ്ണും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. സോ അങ്ങനെ തന്നെ ആവട്ടെ, അർജുൻ്റെ ലൈഫ് തിരിച്ച് കിട്ടട്ടെ. നമ്മൾ മഞ്ഞുമൽ ബോയ്സും ഇതൊക്കെ കണ്ടിട്ട് ഈ സർവൈവൽ എന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കണ്ടു. മലയും കുഞ്ഞ്, മഞ്ഞുമൽ ബോയ്സ്, കുറേ സർവൈവൽ സ്റ്റോറീസ് നമ്മൾ സിനിമ വഴി കണ്ടു. പക്ഷെ അങ്ങനെയല്ല റിയൽ ടൈമിൽ ഇങ്ങനൊരു സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതൊക്കെ അതിജീവിച്ച് അർജുൻ തിരിച്ച് ലൈഫിലേക്ക് വരണം. അർജുൻ്റെ ലൈഫ് രക്ഷിക്കാൻ പറ്റണം. അർജുൻ രക്ഷപ്പെട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് എന്താണ് ന്യൂസിലൂടെ അപ്ഡേറ്റ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്.